എല്ലാവർക്കും നമസ്കാരം. നെക്സ ടൈൽസിന്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി 17 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക. മാത്രമല്ല നിങ്ങളെയൊക്കെ കാത്ത് ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട്. നമുക്കിതൊക്കെ അടിപൊളിയാക്കാം. അപ്പോൾ നെക്സ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര്. സർക്കാർ സപ്ലൈകോയെ തകർത്തെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇടതു ഭരണകാലത്ത് വില കൂട്ടില്ലെന്ന വാഗ്ദാനം ലംഘിച്ചതായും വില വർധനവ് പിൻവലിക്കണമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. ലക്ഷക്കണക്കിന് നോട്ടീസുകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രവഹിക്കുക. ആ സമയത്താണ് പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട സപ്ലൈകോയെ ഈ ഗവൺമെന്റ് തകർത്തു കളഞ്ഞത്. 3000 കോടി രൂപയുടെ നഷ്ടമാണ്. സപ്ലൈകോയിൽ ഒരു സാധനമില്ല. 13 സബ്സിഡി കൊടുക്കേണ്ട 13 നിത്യോപയോഗ സാധനങ്ങൾ ഇല്ല. അതിന് ഏറ്റവും രസകരമായ കാര്യം ഇന്നലെ എടുത്ത തീരുമാനം സബ്സിഡി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റ് ഇടതുമുന്നണി ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല എന്ന വാക്കാണ് കൊടുത്തത്. അതുകൂടി പറഞ്ഞിട്ടാണ് ജയിച്ചു വന്നത്. എന്നിട്ട് ഇപ്പോ നേർപകുതിയാക്കി സബ്സിഡി കുറച്ചിരിക്കുന്നു. അപ്പൊ മാവേലി സ്റ്റോറിലെ സാധനങ്ങളുടെ വില കൂടും. അതിന്റെ പ്രതിഫലനം പൊതുമാർക്കറ്റിൽ ഉണ്ടാവും. അവിടെ കൃത്രിമമായ വിലക്കയറ്റവും സ്വാഭാവികമായ വിലക്കയറ്റവും മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പൊ ഇവരുടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും സാധാരണക്കാരന്റെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്നതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് അടിയന്തിരമായി സബ്സിഡി കുറയ്ക്കാനുള്ള തീരുമാനം പിൻവലിക്കണം. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ.